ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മലയാളത്തിൽ എഴുതുന്നതിനെ പറ്റിയിട്ട്. അതായത് എക്സാംസ് മലയാളത്തിൽ എഴുതുന്നതിനെ പറ്റിയിട്ട്. മലയാളം ഓൾറെഡി സബ്ജക്റ്റ് അല്ല പറയുന്നത്, നിങ്ങളുടെ വേറെ സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ കോർ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുമോ, ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ ലഭിക്കുമോ എന്നുള്ളതൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ ലഭിക്കുമോ എന്നുള്ളതാണ്. മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കുള്ളൊരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഇയറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിൽ തന്നെയാണ്. നിങ്ങളുടെ സബ്ജക്ട്സ് ഏതാണോ ആ സബ്ജക്റ്റിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിലവിൽ ഉള്ളത്. അപ്പോൾ ഇനി മാറാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം അതിന് അടുത്ത പ്രാവശ്യമൊക്കെ എന്ത് തന്നെ ആയിരിക്കാം, മേ ബി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇനി ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആൻസർ മലയാളത്തിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നത് മലയാളത്തിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടിയും കൺവീനിയൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാം, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ മലയാളത്തിൽ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ഇതുവരെ അങ്ങനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാവുമ്പോൾ മലയാളത്തിലുള്ള ടേംസും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഉള്ള ടേംസും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്കത് ഏതാണ് ആ വാക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും, പക്ഷേ ഏതാണ് ആ വാക്ക് എന്നുള്ള ആ ഒരു ടേം അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാതിരിക്കാൻ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളത്തിൽ നിങ്ങൾക്ക് പഠിച്ചോളൂ, കുഴപ്പമില്ല, ആൻസറും എഴുതിക്കോളൂ. പക്ഷേ നിങ്ങൾക്ക് ആ ടേം ഇംഗ്ലീഷിൽ എന്താണ് അതിന് പറയുക, അല്ലെങ്കിൽ ആ ഇംഗ്ലീഷിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കൂടിയും ഓർത്ത് വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയണത് എന്താണ്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയോ എന്നുള്ളതാണ്. കുറയില്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡൗട്ട്സാണ് നമുക്ക് കുറേയധികം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.